വെൽക്കം ടു ഫെദർ ടച്ച്. പെട്ടിക്കുള്ളിൽ ആരാണെന്നാണോ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? ഇതൊരു വാക്യൂം ക്ലീനറാണ് കേട്ടോ. സാധാരണ വാക്യൂം ക്ലീനർ അല്ല, ഒരു കുട്ടി റോബോ വാക്യൂം ക്ലീനർ. യുറേക്ക ഫോർബ്സിൻ്റെ റോബോ വാക് ആൻഡ് മോപ്പ്. ആള് നല്ലൊരു പുലിയാണ് കേട്ടോ, പൊടി പിടിക്കാൻ. നമ്മുടെ ഒന്നും സഹായം ഇല്ലാണ്ട് തന്നെ മുറിക്കുള്ളിൽ നടന്ന് പൊടി പിടിക്കുന്ന കാര്യത്തിൽ ആൾ മിടുക്കനാണ്. ഇത് വാങ്ങിയ സമയത്ത് ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് എടുത്തു വെച്ചൊരു വീഡിയോയാണ്. ആമസോണിൽ നിന്നാണ് ഞാനിതൊന്ന് വാങ്ങിയത്. കണ്ടില്ലേ, ഭയങ്കര നീറ്റായിട്ടുള്ള പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ആക്സസറീസ് എല്ലാം എടുത്ത് പുറത്ത് വെച്ച് യൂസർ മാനുവലൊക്കെ നോക്കി എല്ലാ ആക്സസറീസിനെ കുറിച്ചൊക്കെ പഠിച്ച് ഇത് അസംബിൾ ചെയ്തെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ ഭയങ്കര പ്രശ്നക്കാരനായിരിക്കുമെന്ന്. പക്ഷെ അല്ല കേട്ടോ, വലിയ പ്രശ്നക്കാരൊന്നും ആയിരുന്നില്ല. ആൾക്കൊരു മെയിൻ ബോഡി, റിമോട്ട്, ചാർജിങ് ഡോക്ക്, ഡസ്റ്റ് കളക്റ്റിംഗ് ബിന്ന്, പിന്നെ സൈഡിലെ ബ്രഷ്, ഫിൽറ്റർ, പിന്നെ ആ ഇരിക്കുന്ന ബ്ലൂ കളറിലൊരു ക്ലോത്ത്, പിന്നെ അതിൻ്റെ വാട്ടർ ടാങ്കാണ്. ഇൻ കേസ് നനച്ച് തുടക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇനീഷ്യലി ഒരു 12 hours ചാർജിന് വേണ്ടി ഡസ്റ്റ് ബിൻ എടുത്ത് മെയിൻ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചാർജിങ് ഡോക്കിൽ ഇതിന് ചാർജ് ചെയ്യാനിടാം. 12 hours ആയിരുന്നു ഇനീഷ്യൽ ചാർജിങ്. അപ്പോൾ റിമോട്ടിൽ ബാറ്ററിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് ആ റിമോട്ടിലെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കണ്ടോ, റോബോ നേരെ ചാർജിങ്ങിന് പോയി. ചാർജിങ് ഡോക്ക് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂസർ മാനുവലിൽ ഒരു 3 ടൈപ്പ് ഓഫ് ക്ലീനിങ് ഉണ്ടായിരുന്നു. ചാർജിങ് എല്ലാം കഴിഞ്ഞ ആളെ ഞാനങ്ങ് ക്ലീനിങ്ങിന് വിട്ട വീഡിയോ ആയി കാണുന്നത്. കണ്ടോ, ആൾ നല്ല സൂപ്പറായിട്ട് നടന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. മതിലിൻ്റെ സൈഡൊക്കെ ആൾ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയി ഇടിക്കുന്നുണ്ടായിരുന്നില്ല. നേരെയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ നേരെ സൈഡ് പിടിച്ച് ക്ലീൻ ചെയ്ത് അങ്ങനെ പോവുക. അലമാരയുടെ അടിയിലൊക്കെ സ്പേസ് ഉണ്ടായിരുന്നത് കൊണ്ട് ആൾ അതിൻ്റെ അടിയിലേക്ക് പോയി. ആളുടെ ഹൈറ്റിനനുസരിച്ച് പോകാൻ പറ്റുന്ന എല്ലാ ഗ്യാപ്പിലും ആൾ പോയി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ സൈഡിലെ ബ്രഷ് വന്നിട്ട് ആ അലമാരയുടെ ഇടയിൽ നിന്നെല്ലാം പൊടിയൊക്കെ അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ചില പെർട്ടിക്കുലർ ഏരിയാസിൽ പൊടി അധികം ഉള്ളപ്പോൾ ആൾ അവിടെ കിടന്നൊരു ചെറിയ സ്പിരൽ മൂവ്മെൻ്റ് എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പൊടിയെല്ലാം നന്നായിട്ട് സക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റെയറിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു പണി വാളിയെന്ന്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ സ്റ്റെയറൊക്കെ സെൻസ് ചെയ്യുന്നുണ്ട്. വീഴാൻ സാധ്യതയുള്ള എല്ലാ ഏരിയയും സെൻസ് ചെയ്ത് ആൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് എടുത്ത് നടക്കുന്നുണ്ട്. കണ്ടോ, ആൾ പതുക്കെ ഈ മുറിയിലെത്തിയപ്പോഴാണ് മനസ്സിലായ ആളുടെ ചാർജ് തീരാറായിരുന്നു. ഓട്ടോമാറ്റിക്കലി ആൾ അതിൻ്റെ ചാർജിങ് ഡോക്ക് സെൻസ് ചെയ്ത് ചാർജ് ചെയ്യാൻ പോയി കിടക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ വെറ്റ് ക്ലീനിങ് ഒന്ന് നോക്കാം. കണ്ടോ, ഇതിലൊരു 5 ml വെള്ളം ഒഴിക്കണം. ഒരുപാടൊന്നും വേണ്ട, അതിൽ കൊള്ളുന്ന പൊടിക്കാച്ചി വെള്ളം. 5 ml തന്നെ എനിക്ക് തോന്നുന്നത് ധാരാളമാണ്. വെള്ളം ഒഴിച്ചിട്ട് ഒരു തുണി ഉണ്ടല്ലോ, അതിൽ വെൽക്രം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങ് വെച്ചൊന്ന് കൊടുത്താൽ മതി. എന്നിട്ട് അതെടുത്തിട്ട് ഈ മെഷീൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഹോളുണ്ട്, ഒരു 4 കുട്ടി ഹോള് കണ്ടോ, ആ ഹോളിലേക്കാണ് കണ്ടോ ഇതതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. എന്നിട്ട് മെഷീൻ നമ്മൾ ഓൺ ചെയ്തിട്ട് നേരെ വിട്ടാൽ മതി. അപ്പോൾ ആൾ പൊടി സക്ക് ചെയ്യുകയും ചെയ്യും, കൂട്ടത്തിൽ ആ വെറ്റ് ക്ലോത്ത് കൊണ്ടിട്ട് അവിടെ ഒന്ന് തുടച്ചുകൊണ്ടും പോവും. പക്ഷേ വെള്ളമൊഴിച്ച് തുടക്കുന്ന ക്ലീനിങ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഇനി നമുക്കിവൻ പിടിച്ചേക്കുന്ന പൊടിയൊന്ന് കണ്ടാലോ. കണ്ടോ, ഈ ഡസ്റ്റ്ബിന്നിൽ എന്തോരം പൊടി ആൾ പിടിച്ചിട്ടുണ്ടെന്ന് നോക്കാം. സൂപ്പറായിട്ട് പിടിച്ചിട്ടുണ്ട് പൊടി, കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റോബോയെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.